പുസ്തകാസ്വാദനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഥാകൃത്തും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഇച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ചെറുകഥയാണ് പുസ്തകാസ്വാദനത്തിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം ഗോപാൽ യാദവാണ്. അദ്ദേഹം ബീഹാറിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് മാതങ്കി. മകള് ബസ്മതി. മകള് പട്ടിണി മൂലം മരിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ജോലി അന്വേഷിച്ച് കേരളത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പേ എത്തപ്പെട്ടു. ഇവിടെ അവിടത്തെക്കാളും ശമ്പളം ലഭിക്കുന്നത് കൊണ്ട് ഈ കേരളം ഇപ്പോഴറിയപ്പെടുന്നത് ഉത്തരേന്ത്യക്കാരുടെ ഗൾഫ് എന്നാണ്. ഈ കഥ നടക്കുന്നത് കലന്തൻ ഹാജി എന്ന ഒരു പ്രമാണിയുടെ വീട്ടിലെ വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഈ വിവാഹ സൽക്കാരത്തിൽ അധികം വരുന്ന ഭക്ഷണം കുഴിച്ചു മൂടുന്നതിനായി കുഴി വെട്ടുന്നതിനാണ് ഗോപാൽ യാദവ് ഏജൻറ്റ് വഴിയാണ് അവിടെ എത്തപ്പെടുന്നത്. അദ്ദേഹം ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബസ്മതി അരി, മുന്തിയ ഇനം അരി ഇട്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഈ അരി ധാരാളം മിച്ചം വരുന്നുണ്ട്. ഈ ബിരിയാണി ഓരോ വീപ്പയും ആ കുഴിയിലേക്ക് ഇടുമ്പോൾ സ്വന്തം ഭാര്യയും മകളെയും അദ്ദേഹം മരിച്ചുപോയ മകളെ പറ്റി അദ്ദേഹം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ജോലി അന്വേഷിച്ച് അദ്ദേഹം ബസ്സിൽ ആദ്യം വരുന്നതായിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത്. ഈ കഥ അദ്ദേഹം ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ ഏജൻ്റ് എത്തുകയും ആ ഏജൻ്റ് അടുത്ത് കൂലി തർക്കം നടക്കുകയും അപ്പോൾ ഏജൻ്റ് പറയുന്നുണ്ട്, മലയാളികൾക്കാണെങ്കിൽ 600 രൂപ, 500 രൂപ തമിഴർക്ക്, 350 രൂപ, 250 രൂപ ബംഗാളികൾക്ക്, നോർത്ത് ഇന്ത്യക്കാർക്ക് കൂലി കൊടുക്കും. ഇങ്ങനെ ഒരു ജോലിക്ക് പല കൂലിയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പല കൂലികളാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു കഥ നമുക്ക് അവിടെ മനസ്സിലാകുന്നു. കൂടാതെ ഇദ്ദേഹം 100 രൂപ കൂടുതൽ ആവശ്യപ്പെടുന്നു. അദ്ദേഹം കൊടുക്കാൻ വിസമ്മതിക്കുന്നു. എങ്കിലും ഇദ്ദേഹം ആ ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴദ്ദേഹം ചിന്തിക്കുന്നത് സ്വന്തം വിഷമം, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം മറ്റൊരാളോട് പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പറഞ്ഞിട്ടൊരു വിശേഷവുമില്ല എന്ന് ആ സന്ദർഭത്തിൽ അദ്ദേഹം ആലോചിക്കുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം കുഴി വെട്ടാൻ ആരംഭിച്ചു. അദ്ദേഹം കുഴി വെട്ടി പച്ച മണ്ണിൽ അദ്ദേഹം കിടക്കുകയാണ് ചെയ്യുന്നത്. 11 മണിയോടുകൂടി ബിരിയാണി എല്ലാം മിച്ചം വന്നതെല്ലാം അതിലേക്ക് തട്ടി കുഴിച്ചു മൂടാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴത്തേക്കും കരഞ്ഞുകൊണ്ടത് ചെയ്യുന്നു. അപ്പം നമുക്ക് നെയ്യും ഒക്കെ പറ്റിയ ബിരിയാണിയിൽ ചവിട്ടി താഴ്ത്തുമ്പോഴും അദ്ദേഹം മനസ്സ് വളരെ വിങ്ങലോടുകൂടിയാണ് ആ ഒരു ജോലി അദ്ദേഹം ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ മലയാളികൾ ആർഭാടക ജീവൻ നയിക്കുകയും ധൂർത്ത് കാണിക്കുകയും വിവാഹ ധൂർത്തും ഇതൊക്കെയാണ് വ്യക്തമാക്കുന്നത്. ഈ ഭക്ഷണം അമൂല്യമാണ്. നമ്മളത് ഭക്ഷണം കിട്ടാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹത്തിൽ ധാരാളം ആൾക്കാരുണ്ട്. ഇവരെ പറ്റിയൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ല. ഭക്ഷണം ഈ കേരള സിലബസിൽ പാഠ്യപദ്ധതിയിൽ ഈ പാഠം തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഇപ്പോഴുള്ള തലമുറ കുട്ടികൾ ഭക്ഷണം അമൂല്യമായിട്ട് കണക്കാക്കുന്നില്ല. വെറുതെ ഭക്ഷണം മിച്ചം വെച്ച് കളയുകയും വെറുതെ പാഴാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് നല്ലൊരു പാഠമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പട്ടിണി ദാരിദ്ര്യം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ഈ അടുത്ത കുറച്ച് വർഷങ്ങളായി കാണും ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്. ഈ തിരുവനന്തപുരം വഞ്ചിയൂർ ഭാഗത്തുള്ള കുടിലുകളിലുള്ളപ്പെട്ട ഒരു കുട്ടികൾ മണ്ണ് വാരി വിശന്നതുകൊണ്ട് കഴിച്ചതായിട്ടും പത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഥ അദ്ദേഹം എഴുതുമ്പോൾ ഒരുപാട് വിമർശനങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി വളരെ ഹൃദ്യമായ ഒരു കഥയാണിത്. പല നോവലിസ്റ്റുകളും പല വ്യക്തികളും ഈ കഥയെപ്പറ്റി ധാരാളം നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏവരും ഈ കഥ വായിച്ചിരിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.